ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം ബി.ജെ.പിയുടെ ഒരു അപ്രമാദിത്വമായിരുന്നു. പ്രതിപക്ഷം ഇല്ല എന്ന് തോന്നുന്ന രീതിയിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളൊന്നും കാര്യമായിട്ട് ഏൽക്കുന്നില്ല കേന്ദ്ര സർക്കാരിനെതിരെ. അതിനുള്ള പരിപാടികളൊക്കെ ബി.ജെ.പി സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മറിഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പോൾ ബി.ജെ.പി മൊത്തത്തിൽ ഒന്ന് ഒതുങ്ങിയെന്ന് മാത്രമല്ല വളരെ മോശമായ രീതിയിലാണ്. കാരണം പാർലമെന്റിൽ പോലും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അപ്പം അങ്ങനെ അത് തന്നെ എന്തോ പേടിച്ചുകൊണ്ട് ഇരുട്ടിൽ ഒളിക്കുന്നു. ആ രീതിയിലായിരുന്നു ഇത്രയും കാലം. വെളിച്ചത്ത് വരാൻ ഇവർക്ക് ധൈര്യമില്ല എന്നുള്ള അവസ്ഥ. ഇതേ സമയം തന്നെ ഇപ്പുറത്ത് രാഹുൽ ഗാന്ധിയെ പല പേരുകൾ വിളിച്ച്, അതായത് പപ്പു എന്നൊക്കെ വിളിച്ചിട്ട് അധിക്ഷേപിക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ പരിഹസിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ നടത്തുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരിക്കുക ഒക്കെ ചെയ്യുന്ന കേന്ദ്ര സർക്കാരും ബി.ജെ.പി നേതാക്കളും ഒക്കെ അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ രാഹുലിന്റെ ഒരു ഗ്രാഫ് ഉയർന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം ഇത്രയും കാലം ഉള്ളതുപോലെയല്ല. ഇപ്പോൾ നടന്ന യുവാക്കളുടെ നേരത്തെയും രാഹുൽ കേന്ദ്ര സർക്കാരിനെതിരെ പലതരത്തിലുള്ള സമരങ്ങളും അല്ലെങ്കിൽ പ്രസ്താവനകളും പദ്ധതികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അത്ര ഏശിയില്ലെങ്കിലും പക്ഷെ ഇത്തവണ കേന്ദ്ര സർക്കാരിന് മുട്ടുമുട്ടേണ്ടി വന്നു. കാരണം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നു. രാഹുലിന്റെ മാത്രമല്ല, യുവാക്കളുടെ പ്രതിഷേധം, രാഹുലിന്റെ പിന്തുണയുണ്ടായിരുന്നു. രാഹുൽ അതിൻ്റെതായ നീക്കങ്ങൾ കൃത്യമായി നടത്തുകയുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ രാഹുലിന് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുലിന് ഭയങ്കര ഉയർച്ചയുണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഭാവി പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ രാഹുലിനെ പലരും കാണുന്നു. കാരണം ഈ പ്രത്യേകിച്ച് യുവാക്കൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു പരിപാടിക്ക് രാഹുൽ ഗാന്ധിക്ക് ഭയങ്കര സപ്പോർട്ട്. നിരവധി യുവാക്കൾ പങ്കെടുത്തു എന്ന് മാത്രമല്ല, വളരെ കൃത്യമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് രാഹുൽ ഇപ്പോൾ വീണ്ടും സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്തുകൊണ്ടായാലും ഇങ്ങനെ ഒരു മാറ്റത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം വരുകയാണെന്നുള്ള സൂചനയുണ്ടോ ഇതിനകത്ത്? അല്ല, ഒരു പരിധിവരെ ഇന്ത്യൻ രാഷ്ട്രീയം എന്തായാലും മാറി എന്ന് തന്നെ പറയേണ്ടി വരും. ബി.ജെ.പിയുടെ ഏകാധിപത്യ രീതികൾ, മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ തയ്യാറാകാത്ത രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, മാധ്യമങ്ങളെ കാണേണ്ട ആവശ്യമില്ല, തനിക്ക് ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾക്ക് ഒരു മാധ്യമത്തിന്റെയും പിന്തുണ വേണ്ട എന്ന്, അല്ലെങ്കിൽ പിന്തുണ ആവശ്യമില്ല എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പാർലമെന്റിൽ വരാൻ, പ്രതിപക്ഷത്തെ നേരിടാൻ ഭയക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ പ്രധാനമായി പറയേണ്ടത്, അവിടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് അത്രത്തോളം സ്ട്രോങ് ആയിട്ടുണ്ട്. ബി.ജെ.പി ഭയപ്പെട്ടു തുടങ്ങി. കാര്യങ്ങൾ പഴയതുപോലെ അത്ര എളുപ്പമല്ല എന്ന് ബി.ജെ.പിക്കും കേന്ദ്ര സർക്കാരിനും മനസ്സിലായിട്ടുണ്ട്. അതിന്റെ പ്രധാന പങ്ക് അല്ലെങ്കിൽ പ്രധാന പേരെന്ന് പറയേണ്ടി വരുന്നത് രാഹുൽ ഗാന്ധിയുടെ തന്നെയാണ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. ഈ രാഹുൽ ഗാന്ധി ഇത്രയും കാലം ബി.ജെ.പി പലതരം സോഷ്യൽ മീഡിയയാണ് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിൽ പലതരം പ്രൊമോഷനുകൾ നടത്തി. മോദിയുടെ ഗ്രാഫ് അല്ലെങ്കിൽ മോദിയുടെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ, അതായത് സോഷ്യൽ മീഡിയയിലുള്ള പിന്തുണ അല്ലെങ്കിൽ ഫോളോവേഴ്സ്, അത് ഒരു കാര്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. കാരണം എത്രയുണ്ടോ, എത്ര കൂടുതലുണ്ടോ അത്രയും പിന്തുണ തനിക്കുണ്ട് എന്നുള്ളൊരു രീതിയാണല്ലോ ഇപ്പോൾ വരുന്നത്. അതുപോലെ മോദിക്ക് ഉണ്ടായിരുന്നൊരു പിന്തുണ ഉണ്ടായിരുന്നു ഒരു കാലത്ത്, ഭയങ്കരമായിട്ട് കൂടിയിരുന്നു. പക്ഷെ അതൊക്കെ കുറച്ച് ഇടിവ് വന്നിരിക്കുന്നു. കാരണം അത് ഇടിവ് വരുന്നതിന് പകരം അതേസമയം ഇടിവ് വന്നതിനോടൊപ്പം തന്നെ ഇപ്പുറത്ത് രാഹുൽ ഗാന്ധിയുടെ ഫോളോവേഴ്സോ അല്ലെങ്കിൽ രാഹുലിന്റെ പിന്തുണയും വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കളോടുള്ള ഒരു രാഹുൽ ഗാന്ധിയുടെ നിലപാട് അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ഒരു രീതി കൊണ്ട് തന്നെയല്ലേ? അല്ല, രാഹുൽ ഗാന്ധിയുടെ രീതി എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയക്കാരനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ഖദർ വസ്ത്രമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ മുഖമില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനും തന്നെ വെള്ളയും വിട്ടിട്ട് നടക്കുന്നില്ല. അദ്ദേഹത്തിന് എന്താണോ കംഫർട്ട് അത് ആ വസ്ത്രം ധരിക്കുന്നു. ആരോട് സംസാരിക്കാനാണ് അല്ലെങ്കിൽ വേദികളിൽ എനിക്ക് പ്രസംഗിക്കാൻ മൈക്ക് വേണമെന്ന് വാശി പിടിക്കുന്നില്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ എടുത്താൽ, കേരളത്തിൽ പ്രചരണത്തിനെത്തുമ്പോൾ പുതുപ്പള്ളിയിൽ സൈക്കിളിൽ പോയ ചാണ്ടിയുമനൊപ്പം സൈക്കിൾ ചവിട്ടി ഓടിച്ചു ചോദിക്കാൻ കാണിച്ച ഒരു രീതി. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു മുഖമാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. പല ആളുകൾ പറഞ്ഞ കാര്യമുണ്ട്, രാഹുലിന് പറ്റിയ പണിയല്ല രാഷ്ട്രീയം. കാര്യം ഞാൻ മനസ്സിലാക്കി വെച്ച്, രാഹുലിന് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള കള്ളത്തരങ്ങളോ രാഷ്ട്രീയക്കാർക്കുള്ള പല അവർ ഗുണങ്ങളെന്ന് പറയുന്ന ജനങ്ങൾക്ക് അത്ര ഗുണമല്ല എന്ന് തോന്നുന്നു, അതൊരു പരിധിവരെ രാഹുലിനില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്വതയില്ലാത്തവൻ, പപ്പു, അമൂൽ ബേബി, കഴിഞ്ഞ കുറെ വർഷങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ 12 വർഷമായി രാഹുലിനെ ഏതൊക്കെ തരത്തിൽ വേട്ടയാടാമോ, എങ്ങനെയൊക്കെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്താമോ,
അയോഗ്യനാക്കിയിട്ട് രാഹുലിനെ അയോഗ്യനവരാക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ രാഹുൽ തളർന്നിട്ടില്ല. അല്ലെങ്കിൽ രാഹുൽ അവസാനിച്ചു എന്ന് മാധ്യമങ്ങളടക്കം പറഞ്ഞപ്പോൾ രാഹുലിന്റെ യുഗം അവസാനിച്ചിട്ടില്ല എന്ന് രാഹുൽ തന്നെ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. രാഹുലിന് യുവാക്കളെ കേൾക്കാൻ, യുവാക്കളുമായി സംസാരിക്കാൻ, കർഷകരുമായി സംസാരിക്കാൻ, സാധാരണക്കാരുമായി സംസാരിക്കാനൊക്കെ രാഹുൽ മുൻകൈ എടുക്കാറുണ്ട്. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവായി ഇരിക്കും, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അല്ലാതിരുന്ന കാലത്തും എല്ലാവരെയും കേൾക്കാനുള്ള മനസ്സ് രാഹുൽ കാണിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പോലും മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ രാഹുൽ തിരിച്ചൊരു ചോദ്യം ചോദിച്ചത്, നിങ്ങൾ അവരോടാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടോ? നിങ്ങൾ ആരുടെ മുന്നിലും ഭയക്കരുത്, നിങ്ങൾ ഭയപ്പെടാതെ ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു. എന്നോട് ചോദ്യം ചോദിച്ചത് തെറ്റാണ് എന്ന് രാഹുൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അവിടെയും ചോദ്യങ്ങൾ ചോദിക്കണം, നിങ്ങൾ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. ചോദ്യം ചോദിക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റ് വിളിച്ചാൽ ചോദ്യം ചോദിക്കുന്ന അവസാന മാധ്യമ പ്രവർത്തകർക്കും മറുപടി കൊടുത്തിട്ട് മാത്രമേ രാഹുൽ ആ വേദി വിട്ടു പോകാറുള്ളൂ. അതൊക്കെ നമ്മൾ സാധാരണ കാണാറുള്ളതാണ്. മാധ്യമങ്ങളെ കാണാൻ രാഹുലിന് ഭയമില്ല, അല്ലെങ്കിൽ രാഹുൽ അത്തരം കാര്യങ്ങളൊന്നും ഭയക്കുന്നില്ല. അതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു വേറിട്ട ക്യാരക്ടറാണ് രാഹുൽ എന്ന് പറയേണ്ടി വരും. എന്നാൽ രാഹുലിനെതിരായി ഗോദി മീഡിയ, രാഹുലിനെതിരെ സോഷ്യൽ മീഡിയയിൽ രാഹുൽ അനുഭവിച്ച അത്രയും ഒരു അറ്റാക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രത്തിൽ വേറെ ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഒരു നേതാവും അനുഭവിച്ചിട്ടുണ്ടായിരിക്കില്ല. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടക്കുമ്പോൾ ആരും വിചാരിച്ചിരുന്നില്ല, കോൺഗ്രസ്സുകാർ പോലും വിചാരിച്ചിരുന്നില്ല രാഹുൽ ഗാന്ധിക്ക് ഇതിന്റെ അവസാനം വരെ നടന്നെത്താനാകുമെന്ന്. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ പിന്തുണ, അല്ലെങ്കിൽ കോൺഗ്രസിന് 99 സീറ്റിലേക്ക് എത്തിച്ചത് രാഹുൽ ഗാന്ധി ആ നടന്ന നടത്തമാണെന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാം നഷ്ടപ്പെട്ടെടുത്ത് നിന്ന്, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കോൺഗ്രസ് കരുതിയെടുത്ത് നിന്ന് കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി യുവാക്കളുടെ വിഷയം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ CJPയുടെ സമരത്തിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് എന്തായിരുന്നു? മോദി രാത്രി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുമ്പോൾ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാത്രി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ എന്ന ശൈലിയിലാണ് മോദിയുടെ പോസ്റ്റ് വരുന്നത്. പക്ഷേ മറുവശത്ത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കാം എന്ന് പറയുന്നു. ഒരു വശത്ത് രാഹുൽ ഗാന്ധി വരുന്നു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സംസാരിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി യുവാക്കൾ ഒന്നടങ്കം അവിടെ ആ തെരുവിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. മറുവശത്ത് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന് മുന്നിൽ പോലും നിൽക്കാൻ കഴിയാത്ത മോദിയുടെ ഒരു അവസ്ഥ. അതെന്ന് പറയുന്നത് രാഹുലിന്റെ വിജയമാണ്. നാളെ രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വിജയിച്ച് പ്രധാനമന്ത്രിയാകുമെന്നൊന്നുമല്ല, രാഷ്ട്രീയത്തിൽ പക്വത വന്ന, ഞാൻ പറയുന്ന തന്റെ നിലപാടുകൾ ശരിയായിരുന്നു എന്ന് രാജ്യം സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ BJP പറയുന്നു ഇന്ത്യ വലിയ രീതിയിലുള്ള വികസനം ഉണ്ടായി എന്ന് പറയുമ്പോൾ രാജ്യത്ത് വലിയ രീതിയിലുള്ള വികസനം ഉണ്ടായില്ല. യുവാക്കൾക്ക് വേണ്ടിയാണ് രാഹുൽ ആവർത്തിച്ച് സംസാരിച്ചത്. പിന്നീട് രാഹുലിന്റെ ഗ്രാഫ് ഉയരുന്നു എന്നുള്ളതും രാഹുൽ കേന്ദ്രത്തിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് പോലെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈയിടെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഒരു രാഹുൽ ജി ഇതാരാണ്, ഇതിന്റെ കൂടെ ഉള്ളത്, ഇത് എവിടെയാണ് സ്ഥലം, ഇത് എപ്പോഴാണ് പോയത് എന്നുള്ളൊരു ഫോട്ടോ. കാരണം ആ ഫോട്ടോയ്ക്കകത്ത് ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, ഒരു കറുത്ത ഡ്രസ് ഇട്ട ഒരു വനിത, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു മകനോ മകളോ ഒരു കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ, ഒപ്പം രാഹുൽ ഗാന്ധിയോടെയുള്ള ഫോട്ടോ വെച്ചിട്ട് ഇത്രയും അതിനെക്കുറിച്ച് ഇത് ആരാണ്, എവിടെ പോയി എന്നൊക്കെ ചോദിക്കേണ്ട എന്ത് ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് കുറച്ച് എവിടെ പോയതാണ്, ഇതിനെ കുറിച്ചൊന്ന് പറയാമോ എന്നൊക്കെ ഒരു കേന്ദ്രമന്ത്രി ആവശ്യപ്പെടുന്ന ഒരു തരത്തിലേക്ക് BJP അധപ്പതിച്ചു എന്നുള്ളതാണ്. അല്ല, അധപ്പതിച്ചു എന്നുള്ളത് മാത്രമല്ല, ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ രാഹുലിന്റെ മിണ്ടാട്ടം മുട്ടിക്കുക എന്നുള്ളത് BJPയുടെ ആവശ്യമാണ്. വേറൊരു തരത്തിലും പറ്റുന്നില്ല. അപ്പൊ അവരുടെ ആവശ്യം എന്ന് പറയുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ മോദിക്കുള്ളതിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് രാഹുൽ ഗാന്ധിക്കുണ്ട്. യുവാക്കൾ രാഹുലിനൊപ്പം എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ രാഹുൽ ഗാന്ധിയുമായിട്ട് വിയോജിപ്പ് തോന്നുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടിൽ ശരിയല്ല എന്ന് തോന്നുന്നു തുടങ്ങി വെക്കുന്ന പല കാര്യങ്ങളും അവസാനത്തിൽ കൊണ്ടെത്തിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ കഴിയാറില്ല. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ ഒരു പരാജയത്തിന്റെ കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ തുടങ്ങി വെച്ചാൽ, വോട്ട് ചോരി ആരോപണം നന്നായി കത്തി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അത് വലിയ രീതിയിൽ കത്തിക്കാൻ രാഹുലിന് കഴിയാതെ പോയി. ആ കാര്യം നോക്കുമ്പോൾ അവിടെ ഒരു പരാജയം ഉണ്ടാകുന്നുണ്ട്. എന്താണ്, പൂർണ്ണമായി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി എത്തിക്കാൻ, അല്ലെങ്കിൽ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയാതെ പോകുന്നത് അത് രാഷ്ട്രീയത്തിൽ ഒരു പരാജയത്തിന്റെ, അല്ലെങ്കിൽ അതൊരു ശരിയായ ദിശയിൽ പോകുന്ന കാര്യമല്ല. എന്നാൽ യുവാക്കളുടെ, ജെൻസികളുടെ കാര്യം വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ജെൻസികളെ സമരത്തിലേക്ക് എത്തിച്ചത് ജഡ്ജിയുടെ ഒരു പരാമർശവും, പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ ഇനി നിങ്ങൾക്ക് മാത്രമേ കഴിയൂ, ഈ രാജ്യത്തിന്റെ ഭാവി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ് എന്ന് വോട്ട് ചോരിയുടെ സമയത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അതേ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവർ തെരുവിലിറങ്ങിയത്. തെരുവിലിറങ്ങിയപ്പോൾ ഒരിക്കലും മറുവശത്ത് ഇനി
കോൺഗ്രസ് ആണ് അധികാരത്തിലിരിക്കുന്നത്, BJP ആണ് പ്രതിപക്ഷത്തിരിക്കുന്നതെങ്കിൽ CJP പോലെ ഒരു പാർട്ടി സമരവുമായി വരികയാണെങ്കിൽ BJP പൂർണ്ണമായി ആ സമരത്തെ ഏറ്റെടുത്ത് കാര്യങ്ങൾ അവർ നിയന്ത്രിക്കും. പക്ഷെ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ അതല്ല ചെയ്യുന്നത്. അവർക്ക് പറയേണ്ടത് എന്തോ അത് കേട്ട് അതിന്റെ ശബ്ദമായി പ്രതിപക്ഷത്ത് വന്ന് അല്ലെങ്കിൽ സഭയിൽ വന്ന് സംസാരിച്ചു. അത് ഏറ്റവും അല്ലെങ്കിൽ ഈ കാര്യത്തെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഈ ഒരു മൈലേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണവും അത് തന്നെയാണ്. രാഹുൽ ഗാന്ധി കാര്യങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഒരിക്കലും അത് രാജ്യം അംഗീകരിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ ചോദിക്കാൻ ഇത്രയും നാൾ ഒന്നും മിണ്ടാതിരുന്ന പ്രതിപക്ഷം സമരം തന്നെ വേറൊരു തലത്തിലേക്ക് പോയത്. പിന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, CJPക്ക് ഒരു സമരത്തിലേക്ക് എത്തിച്ചത് പരാജയപ്പെട്ട പ്രതിപക്ഷമാണ്. നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, CJP എന്ന് പറയുന്ന ഒരു പാർട്ടി വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ സഖ്യത്തിന്റെ കൂടി പരാജയമാണെന്ന് പറഞ്ഞെടുത്ത് നിന്ന് അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്ന് സംസാരിക്കുക അല്ലെങ്കിൽ സഭയിൽ വിശദീകരണം നൽകാന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ക്ലാസ് കേൾക്കാനല്ല ഞാൻ ഇരിക്കുന്നത്, രണ്ടാവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഒന്ന് എന്ന് പറയുന്നത് പോലീസ് പെല്ലറ്റ് ഉപയോഗിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പോലീസിന് ഉത്തരവ് നൽകിയത് അമിത്ഷായാണോ അല്ലെങ്കിൽ ആരാണ്? ആണെന്ന് പറഞ്ഞാൽ രാജിവെക്കണം, അല്ലെന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിലും നിങ്ങൾ ഇവിടെ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. എന്തായാലും അയോഗ്യനാക്കപ്പെടണം അല്ലെങ്കിൽ രാജിവെക്കണമെന്ന അവസ്ഥയിലേക്ക് പ്രതിപക്ഷം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവർ കളിയാക്കിയ പപ്പുമോനിൽ നിന്ന് പ്രതിപക്ഷ നേതാവായി പ്രതിപക്ഷത്തിന്റെ ശബ്ദമായി സഭയിൽ വരാൻ പോലും ഭയക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വാ തുറക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന മോദിയും അമിത്ഷയും സഭയിൽ എത്തിക്കാതിരിക്കുക അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് വരാൻ ഭയക്കുന്ന രീതിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ വിജയമാണ്, അത് യുവാക്കളുടെ വിജയമാണ്. യുവാക്കളെ ചേർത്ത് പിടിക്കാൻ രാജ്യത്ത് ഇന്നും യുവാക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്ന് പറയേണ്ടി വരും. ഈ രാജ്യത്ത് നിൽക്കാൻ ഒരു ആളുകൾ അല്ലെങ്കിൽ യുവാക്കൾ ആഗ്രഹിക്കുന്ന പോലുമില്ല. അവിടെ നിന്ന് രാജ്യത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനുണ്ട് എന്ന് പറയുന്നു. അവിടെ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാനായിരിക്കും അല്ലെങ്കിൽ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കപ്പെടുമായിരിക്കും, അതൊന്നും നമുക്കറിയില്ല. നാളെ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകുമെന്ന് ഒരു വാദമൊന്നും എനിക്കില്ല. എന്നിരുന്നാൽ പോലും ഇവർ കളിയാക്കിയ പപ്പുമോനിൽ നിന്ന് ഒരുപാട് രാഹുൽ ഗാന്ധി വളർന്നു. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് ഇപ്പോൾ മിണ്ടാട്ടം മുട്ടിയത്.